ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അടുത്തൊരു ട്രാവൽ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയറിന് പോയൊരു യാത്രയാണ് കേട്ടോ, ഒരു ഫാമിലി ട്രിപ്പാണ്. എപ്പോഴത്തെയും പോലെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ലേറ്റായി പോയതാണ് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അടുത്ത ന്യൂ ഇയറിനെ ഇത് അപ്ലോഡ് ചെയ്യലുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഇപ്പം തന്നെ വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചേ. നമ്മളെല്ലാവരും കൂടെ, എല്ലാവരും എന്ന് വെച്ചാൽ നമ്മളൊരു 14 പേരുണ്ട് കേട്ടോ. അപ്പോൾ നെല്ലിയാമ്പതിയിലേക്കാണ് ഇന്നത്തെ യാത്ര. മുൻപ് നമ്മൾ നെല്ലിയാമ്പതി പോയപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഞാനും ഏട്ടനും മാത്രം പോയപ്പോഴായിരുന്നു, കഴിഞ്ഞൊരു മഴക്കാലത്ത്. അതൊരു അടിപൊളി യാത്രയായിരുന്നു. പക്ഷേ ഈ തവണ നമ്മൾ അധികം സ്ഥലങ്ങളൊന്നും കാണാൻ പോകുന്നില്ല. നെല്ലിയാമ്പതി കാടിനുള്ളിലായിട്ട് മിസ്റ്റി വാലി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ ആദ്യം എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ട്രാവലർ ബുക്ക് ചെയ്താലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ പോകുന്ന പ്രോപ്പർട്ടിയിലേക്ക് നമ്മുടെ വണ്ടികളൊന്നും കയറ്റി വിടില്ല. അവരുടെ ഒരു ജീപ്പിലാണ് നമ്മളെ കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ തന്നെ 3 വണ്ടികളിലായിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു യാത്ര. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു യാത്ര കേട്ടോ. നമ്മളെപ്പോഴും കസിൻസ് എല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മളെല്ലാവരും തന്നെ പറയും എവിടേക്കെങ്കിലും എല്ലാവരും കൂടെ ഒരു സ്റ്റെക്കേഷനൊക്കെ പോകണം എന്നൊക്കെ. പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ഓണാക്കി എടുത്തത്. ഓറഞ്ച് ഫാമിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്ററാണ് നമുക്ക് ഉള്ളിലേക്ക്, നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു 13 കിലോമീറ്ററല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ എത്തും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ ഓഫ് റോഡ് പോകാനുണ്ട്, എന്നിട്ടേ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തുള്ളൂ. നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറച്ചങ്ങോട്ട് എത്തും തോറും നമുക്ക് നടുവിനൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി, പ്രായത്തിൻ്റേതായിട്ടുള്ള ചില അസ്വസ്ഥതകൾ. പക്ഷേ നമ്മുടെ കൂടെ കുറച്ച് പ്രായമുള്ളവരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കാണ് നമ്മളെക്കാൾ കുറച്ചും കൂടെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയത്. എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ പണ്ട് മൂന്നാർ പോയപ്പോൾ സൺറൈസ് കാണാനൊക്കെ ഇങ്ങനെ ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ വഴി പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ 2 മണിക്കൂറോളൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ഓഫ് റോഡ് യാത്ര ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അതെന്തായാലും അടിപൊളിയായി. ഈ ഒരു യാത്രയിൽ നമുക്ക് 3 വ്യൂ പോയിൻറ്റും കൂടെ കാണാനായിട്ട് ഉണ്ടാവും. ഇതല്ലാതെ 2 വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ ഈ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയും കൂടെ നമുക്ക് വേണമെങ്കിൽ താഴേന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയും ജീപ്പ് സഫാരി എടുത്ത് വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഓരോ വ്യൂ പോയിൻറ്റും കണ്ട് ഏകദേശം 5 മണിയൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ലാസ്റ്റ് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തിയത്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഇവിടെ എത്തിയപ്പോഴേക്കും ചെറിയൊരു തണുപ്പൊക്കെ വന്നു തുടങ്ങി കേട്ടോ. കാറ്റും നല്ല രസമുള്ളൊരു ക്ലൈമറ്റായിരുന്നു. അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മിസ്റ്റി വാലിയുടെ ബ്രൂക്ക് വ്യൂ എന്ന് പറയുന്ന ഒരു കോട്ടേജാണിത്. അത്ര ലക്ഷറി ഒന്നുമില്ല കേട്ടോ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അടിപൊളി ആംബിയൻസ് ആണ്. ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. നമ്മളവിടെ എത്തി ചെക്ക് ഇൻ ചെയ്ത് ടീം സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് അധികം ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ കാടാണ്, അപ്പോൾ നമ്മൾ അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് കോട്ടേജിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ആളെ കാണാൻ പറ്റി. കാട്ടുപോത്താണോ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ബുക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട്ടുപോത്തും അതുപോലെ തന്നെ മ്ലാവിനെയൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇവിടെ സൈറ്റ് സീയിങ് കിട്ടുക. നമുക്ക് ഒരു നൈറ്റ് ജീപ്പ് സഫാരിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ കൂടുതൽ കാട്ടുപോത്തുകളെയൊക്കെ കാണാൻ പറ്റും. നൈറ്റ് ജീപ്പ് സഫാരിയും അതുപോലെ തന്നെ ടീ, സ്നാക്സ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാക്കേജിൽ ഉണ്ടാവുക. അങ്ങനെ അതാ വീണ്ടും നമ്മൾ കുറച്ച് കാട്ടുപോത്തുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ആയിരുന്നില്ല കേട്ടോ. അത് നമ്മളെടുത്ത കോട്ടേജിൻ്റെ പ്രശ്നമാണോ ചോദിച്ചാലും അറിയില്ല. പക്ഷെ നമുക്ക് ഈ ഒരു കോട്ടേജ് മാത്രമേ ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇവരുടെ തന്നെ ബ്രിട്ടീഷ് ബംഗ്ലാവാണ് ആദ്യം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തത്. പക്ഷെ അത് കിട്ടിയില്ല. അങ്ങനെയാണ് ഈ ഒരു കോട്ടേജ് ബുക്ക് ചെയ്തത്. ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഇവിടെ ഒരു കെയർ ടേക്കർ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ഇവരുടെ ആ ഒരു എൻട്രൻസിൽ നിന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്കാണ് ഈ ഒരു കോട്ടേജ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു കെയർ ടേക്കർ പോലും ഇല്ലാതെ ഒരു സിമ്മിനും റേഞ്ചും ഉണ്ടായിരുന്നില്ല. BSNLനും അതുപോലെ തന്നെ ജിയോയ്ക്കും റേഞ്ച് ഉണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും നമുക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇത്തിരി നമ്മളെ പേടിപ്പിച്ചു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ പ്രായമായവരും കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്ന് ആരെയും വിളിച്ചാൽ പോലും കിട്ടില്ല. അതിനിടയ്ക്ക് നമ്മൾ എത്തിയപ്പോൾ തന്നെ നൈറ്റ് ഒന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ടെൻഷനായി. കാരണം നമ്മളവിടെ അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിച്ചാൽ പോലും കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നി. ജീപ്പ് സഫാരി എന്തായാലും നന്നായിരുന്നു. നമ്മൾ ആവിനെയും അതുപോലെ തന്നെ കാട്ടുപോത്തിനെയൊക്കെ ഒരുപാട് കണ്ടു. ഇതിനെ രണ്ടിനെയാണ് മെയിനായിട്ട് കണ്ടുള്ളൂ. മാത്രമല്ല നമ്മൾ ഒന്ന് ഇരുട്ടായി കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കാട്ടുപോത്തുകൾ കണ്ടുട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ടോർച്ച് അടിച്ചപ്പോൾ തന്നെ ശബ്ദം കേട്ടിട്ട് ടോർച്ച് അടിച്ചതാണ്. അപ്പോൾ തന്നെ കാട്ടുപോത്തിൻ്റെ കൂട്ടത്തിനെയൊക്കെ കണ്ടു. അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതൊക്കെ അവരുടെ തന്നെ പ്രോപ്പർട്ടീസ് തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബ്രിട്ടീഷ് ബംഗ്ലാവൊക്കെ നമ്മൾ ഈ സഫാരിക്ക് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവരുടെ ഒരു ഗസ്റ്റിനോടുള്ള ഒരു അപ്രോച്ചും അതുപോലെ തന്നെ ഫെസിലിറ്റീസും ഒക്കെ കുറച്ച് മോശം തന്നെയാണ്. കാടാണ്, നമുക്കറിയാം. നമ്മൾ ഒരുപാട് ലക്ഷറിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ശരിക്കും കിട്ടുന്നില്ല. അതാണ് ഒരു പ്രശ്നം. പിന്നെ രാവിലെ നമ്മൾ ഒരു ചെറിയ മോർണിംഗ് വാക്കിനൊക്കെ പോയി കുറച്ചധികം ദൂരമൊക്കെ നടന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. തിരിച്ചു വരുമ്പോൾ പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആ ഒരു ഓഫ് റോഡ് യാത്രയുടെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് കേശവൻപാറയിലേക്കാണ് കേട്ടോ. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കേശവൻപാറ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ആ വഴിയൊക്കെ കണ്ടപ്പോൾ ഒന്നുകൂടെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ കേശവൻപാറ എത്തിയ സമയത്ത് നല്ല വെയിലുള്ള സമയമായിരുന്നു. നമ്മൾ കുറച്ച് പേര് താഴെയൊക്കെ പോയി വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞു, ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. പിന്നെ സീതാർകുണ്ടോ അല്ലെങ്കിൽ കാരാപ്പാറ തൂക്കുപാലം കാണാനോ പോയാലോ എന്നുണ്ടായിരുന്നു. പക്ഷേ ന്യൂ ഇയർ ആണ്, എന്തായാലും തിരക്കുണ്ടാവും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു നമ്മൾ തിരിച്ചു പോവാണ്.
എനിക്കറിയാം അതൊരു ചെറിയ വീഡിയോ ആണ്, അധികം സ്ഥലങ്ങളും കാണിച്ചിട്ടില്ല. പക്ഷേ എല്ലാവരും കൂടെ ഉള്ള ആ ഒരു ടൈം, ആ ഒരു യാത്ര ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങൾ കാണുക എന്നുള്ളതല്ല, ജസ്റ്റ് എല്ലാവരും കൂടെ ഒന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ഒരു ദിവസം സ്റ്റേ ചെയ്യുക, അതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.